ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. ഹൗ മെനി എന്നതും ഹൗ മച്ച് എന്നതും രണ്ടും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എത്ര എന്നാണ്. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നതിനാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ വേർഡ്സും ഉപയോഗിക്കുന്നത്. ഹൗ മെനി ബുക്സ് ആർ ദർ ഓൺ ദ ടേബിൾ. ടേബിളിൽ എത്ര ബുക്സ് ഉണ്ട്. ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ്. എത്ര ടൈം ഇനി ബാക്കിയുണ്ട്. ഹൗ മെനി ചെയേഴ്സ് ആർ ദർ ഇൻ ദിസ് റൂം. എത്ര ചെയേഴ്സ് ഈ റൂമിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലെല്ലാം ചില സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചത് ഹൗ മെനി ആണ്, പക്ഷേ വേറെ ചില സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചത് ഹൗ മച്ച് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചില സെൻറ്റൻസുകളിൽ മാത്രം എന്താ ഹൗ മെനി, ചില സെൻറ്റൻസുകളിൽ ഹൗ മച്ച് ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ? ഹൗ മെനി ബുക്സ്, ഹൗ മെനി ചെയേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. ബുക്സ്, ചെയേഴ്സ് എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ നൗൺസ് ആണ്. കൗണ്ടബിൾ നൗൺസ് എന്നാൽ നമുക്ക് എണ്ണാൻ പറ്റാവുന്നത്. 1 ചെയർ, 2 ചെയർ എന്നൊക്കെ പറയാൻ പറ്റില്ലേ, എന്നൊക്കെ എണ്ണാൻ പറ്റില്ലേ. അതുപോലെ തന്നെ 1 ബുക്ക്, 2 ബുക്ക്, 3 ബുക്ക് എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. അപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നത്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൗണ്ടബിൾ നൗൺസ്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൗ മെനി ആണ് ഉപയോഗിക്കേണ്ടത്. ഹൗ മെനി ബുക്സ്, ഹൗ മെനി ചെയേഴ്സ്. ഹൗ മെനി ഗേൾസ്, എത്ര പെൺകുട്ടികൾ. ഹൗ മെനി ബോയ്സ്, എത്ര ആൺകുട്ടികൾ. ഹൗ മെനി പെൻസ്, എത്ര പേനകൾ. ഹൗ മെനി പേജസ്, എത്ര പേജുകൾ. ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസങ്ങൾ. ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊപ്പം ഹൗ മെനി ഉപയോഗിക്കാം. ഇനി ഹൗ മച്ച് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹൗ മച്ച് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പമാണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ചില നൗൺസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചത് മിൽക്ക്, പിന്നെ മണി. മിൽക്ക് അതൊരു ലിക്വിഡാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മണി ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ അതിനൊപ്പവും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഹൗ മച്ച് ആണ്. ഹൗ മച്ച് മിൽക്ക്, ഹൗ മച്ച് ടൈം, ഹൗ മച്ച് വാട്ടർ, ഹൗ മച്ച് പെട്രോൾ, ഹൗ മച്ച് സാൻഡ്, ഹൗ മച്ച് ഷുഗർ, ഹൗ മച്ച് റൈസ്. വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. ഹൗ മെനി പീപ്പിൾ ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പീപ്പിൾ എന്നത് ഒരു കൗണ്ടബിൾ നൗണാണ്. അതുകൊണ്ട് നമ്മൾ ഹൗ മെനി ഉപയോഗിച്ചു. ഹൗ മെനി ബുക്സ് ഡിഡ് യു ബൈ. എത്ര ബുക്സാണ് നിങ്ങൾ വാങ്ങിയത്. ബുക്സ് കൗണ്ടബിൾ നൗണാണ്. ഹൗ മച്ച് ഷുഗർ ഈസ് ദർ ഇൻ ദ ടിൻ. ഹൗ മച്ച് ഷുഗർ ഈസ് ലെഫ്റ്റ്. എത്ര ഷുഗർ ബാക്കിയുണ്ട്. ചില സമയത്ത് നമുക്ക് ഹൗ മച്ച് എന്നത് സിംഗുലർ ഓർ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രൈസ്, വില ചോദിക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താണ് ഇതിൻ്റെ വില എന്നാണ്. ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്. ഈ ബുക്കിന് എന്താണ് വില. ബുക്ക് ഒരു കൗണ്ടബിൾ നൗൺ ആണ്, എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ മച്ച് എന്നാണ്. ഹൗ മച്ച് ആർ ദീസ് ബുക്സ്. ഈ ബുക്കുകൾക്ക് എന്താണ് വില. അവിടെയും നമ്മൾ ഹൗ മച്ച് ആണ് ഉപയോഗിച്ചത്. ഹൗ മച്ച് റൈസ്. എത്ര റൈസ്. റൈസ് അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് ഹൗ മച്ച് ഉപയോഗിക്കാം. പിന്നെ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ്. അവിടെ നമ്മൾ ഹൗ മെനി ആണ് ഉപയോഗിച്ചത്, കാരണം കിലോഗ്രാംസ് 1 കിലോഗ്രാം 2 കിലോഗ്രാംസ് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ്. പക്ഷേ ഹൗ മച്ച് റൈസ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹൗ മച്ച് മിൽക്ക്. ഹൗ മെനി ഗ്ലാസസ് ഓഫ് മിൽക്ക്. മിൽക്ക് എന്ന് മാത്രം ആണെങ്കിൽ ഹൗ മച്ച് ഉപയോഗിക്കാം. അതേസമയത്ത് ഗ്ലാസസ് ഓഫ് മിൽക്ക് എന്നാണെങ്കിൽ, ഗ്ലാസസ് എന്നത് കൗണ്ടബിൾ നൗണാണ്, അതിനൊപ്പം ഹൗ മെനി ഉപയോഗിക്കണം. ഇപ്പോൾ ഹൗ മെനി എന്ന ക്വസ്റ്റ്യൻ വേർഡ്, അതുപോലെ ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ വേർഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് ചെയ്യാം. അതിൻ്റെ ആൻസർ, അവിടെ ഓരോ സെൻറ്റൻസിലും ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. അവിടെ എന്താണ് വേണ്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഫസ്റ്റ് വൺ, ഡാഷ് കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്.
നിങ്ങൾ എത്ര കൺട്രീസ്, എത്ര രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവിടെ ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ വേണ്ടത് എന്ന് എഴുതുക. ഡാഷ് ഫുഡ് ഡിഡ് യു ഈറ്റ്, എത്ര ഫുഡ് നിങ്ങൾ കഴിച്ചു എന്നാണ്. അപ്പോൾ ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ എന്ന് എഴുതുക.